കാരി എന്ന് വേണം പറയാൻ. ഏറ്റവും നിർണായകമായൊരു സംഭവമാണെങ്കിൽ ഇപ്പോൾ വാർഡ് മെമ്പറിൻ്റെ പ്രതികരണം കേൾക്കാം. സുഹൃത്തുക്കൾ ഇവനെ പിക്ക് ചെയ്യാൻ വരാറുണ്ട്, വിടാൻ അങ്ങനെയെല്ലാം വരാറുണ്ട്. അപ്പം അത് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവത്തിലേക്ക് പോകുന്നുള്ള പ്രതീക്ഷ ആർക്കും ഉണ്ടായില്ല. പെൺകുട്ടി അങ്ങനെ ഇവൻ ഉപദ്രവിക്കുമായിരുന്നു. അത് പെൺകുട്ടിയുടെ അമ്മയ്ക്ക് കൂടുതലായിട്ടും അറിയാം. അത് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴാണ് പറയുന്നത്. ശ്രദ്ധയിൽപ്പെട്ടത് അമ്മയ്ക്ക് വധഭീഷണി ഉണ്ടെന്ന് അമ്മ തന്നെ പറയുകയും അമ്മ പലവട്ടം അതിന് മർദ്ദനത്തിന് ഇരയാകുകയും ചെയ്തപ്പോൾ അയൽവാസികളെല്ലാം ഇടപെട്ടു. മെമ്പറായി എന്നെ വിളിച്ചു. അപ്പോൾ നമ്മളങ്ങനെ കൂട്ടായി ഇടപെട്ടിട്ടാണ് അമ്മയെ സൈനിക ഉദ്യോഗസ്ഥർ താമസിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിയത്. ഇതിപ്പോൾ വാർഡ് മെമ്പറാണ് നമ്മളോടൊപ്പം ചേർന്നത്. വാർഡ് മെമ്പറും പറയുന്നതും ഇത്തരം ഒരു സംഭവം തന്നെയാണ്. ഈ പ്രതി പലതവണ പെൺകുട്ടിയെ മാത്രമല്ല അമ്മയ്ക്കും ഒരു വധഭീഷണി ഉയർത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പലതവണ നാട്ടുകാരടക്കം ഉള്ളവർ ഈ പ്രതിക്ക് എതിരെ കേസ് ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിൽ തന്നെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പൊതുശല്യം എന്ന രീതിയിലാണ് തലയോലപ്പറമ്പ് സ്വദേശി അനൂപിനെ നാട്ടുകാർ ഉൾപ്പെടെ കണ്ടിരുന്നത്. മയക്കുമരുന്നിന് അല്ലെങ്കിൽ ലഹരി മരുന്നിന് അടിമയായ ഒരു വ്യക്തിയാണ്. നിലവിൽ ഇയാൾ ജോലി മറ്റ് സംഭവങ്ങളൊന്നുമില്ല. മയക്കുമരുന്ന് മറ്റുള്ളവരിലേക്ക് വിതരണം ചെയ്യുന്ന തരത്തിലാണ്. 24 വയസ്സുകാരനാണ് തലയോലപ്പറമ്പ് സ്വദേശി അനൂപ്. ഈ 19-കാരിയുമായി ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഒരു വർഷമായി ഇയാൾക്കൊരു ബന്ധമുണ്ടായിരുന്നത്. ഈ വാർഡ് മെമ്പർ ആശ ഉണ്ണിത്താൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീമതി ആശ, ചോറ്റാനിക്കരയിലെ പോക്സോ കേസ് അതിജീവിതയാണ് മരിച്ചിരിക്കുന്നത്. മുൻ സുഹൃത്തിന്റെ അതിക്രൂരമായ മർദ്ദനമാണ് ഈ ഒരു കുട്ടി, 19-കാരിയായിട്ടുള്ള കുട്ടി മരണത്തിലേക്ക് അടക്കം വഴിവെച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായത്.